തുടങ്ങിയത് ഒരൊറ്റ കോഴ്സുമായിട്ടാണ്, ലോജിസ്റ്റിക്സുമായിട്ടാണ്. നമുക്കിപ്പം ഒരു 6-8 സ്ട്രീമോളം നമുക്കുണ്ട്. ലോജിസ്റ്റിക്സ് ഉണ്ട്, വെയർഹൗസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഉണ്ട്, പല സ്ട്രീംസാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസസ് ആണ്. പ്രധാനമായിട്ടും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരാൾക്കൊരു ജോലി കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വന്നു. അപ്പോൾ നമ്മൾ അഡീഷണൽ എന്ത് കൊടുക്കുന്നു അതാണ് എംപ്ലോയബിളായിട്ട് കുട്ടികളെ ഇവിടുന്ന് ഇറക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റിനുപരി കൊടുക്കുക എന്നുള്ളതാണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ പോകാൻ ആവശ്യമുള്ള സീ കാർഗോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വെയർഹൗസിംഗ് ഇൻഡസ്ട്രിയിലും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലും പോകാനുള്ള അതിന് SAP ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാനുള്ളതാണെങ്കിൽ അതിന് MS ഓഫീസിൻ്റെ വേർഡ്, പവർ പോയിന്റ്, എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി എന്താണെന്നറിയാൻ ഈ പറഞ്ഞ മേഖലകളിലുള്ള എല്ലാ സ്ട്രീംസിൽ നിന്നും കുട്ടികൾക്ക് പ്രൊജക്റ്റ് വർക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികളായിട്ട് തന്നെ പോയി കണ്ടുപിടിച്ച് അത് ചെയ്യുക. സോ അവർക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇൻഡസ്ട്രി എന്താണ്, വിദേശ രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആക്സെൻ്റ് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൊടുക്കുന്നുണ്ട്. ഡേ 1 ഓൺവേർഡ്സ് അവർ എംപ്ലോയബിളായിട്ടാണ് പുറത്തിറങ്ങുന്നത്. ക്ലാസ്സുകളിൽ നമ്മൾ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ് ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി എടുക്കുകയാണ്. ഒരു തിയറി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടിനാണ് അറിയാൻ പറ്റുക. സോ അത് അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അവരിവിടെ തിയറിയിൽ പഠിക്കുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യുകയാണ്. പിന്നീട് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് വർക്കിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിനോ പോകുമ്പോൾ അത് തന്നെയാണ് അവരവിടെ കാണുന്നത്. ഇൻഡസ്ട്രി വൈസ് നമുക്ക് ഓരോ കമ്പനീസുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഷിപ്പിങ്ങിനാണെങ്കിൽ തന്നെ നമുക്ക് DP വേൾഡ് അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട്, അങ്ങനെ കോട്ടയം പോർട്ട്, ഇങ്ങനെ പല പോർട്ടുകളുമായിട്ട് നമുക്ക് ടൈപ്പുകളുണ്ട്. അതവിടെ നമ്മൾ കാണിക്കുക, അവിടെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ വെയർഹൗസ് ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്സസിൻ്റെ വെയർഹൗസ് ഉണ്ട്, മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ വെയർഹൗസസ് ഉണ്ട്. ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ അതാത് വെയർഹൗസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളുടെ 2 months നമുക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഇൻറ്റേൺഷിപ്പിൽ അവർ പഠിക്കുന്നത് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. സോ അത് കഴിഞ്ഞപ്പോൾ ഇൻറ്റേൺഷിപ്പ് പലരും ചോദിക്കാറുണ്ട്, ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അവിടെ എവിടെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. സോ ഇതൊക്കെ അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജാണ്. പിന്നെ അവർക്ക് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരില്ല. സോ നമ്മളുടെ കോഴ്സുകൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻറ്റേൺഷിപ്പ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഡ്യുവൽ സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകളുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ്, UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണ്. പിന്നെ അതുകൂടാതെ കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റ് വിദേശത്തെ ഉള്ള ബോഡീസ് ഉണ്ട്, ഓട്ടോണമസ് ബോഡീസ് ഉണ്ട്. അതാത് രാജ്യത്ത് ഇപ്പോൾ UK ഒരു സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് ബോഡിയുടെയാണ്. ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം വാല്യൂ ആയിട്ട് UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ നമുക്കുണ്ടാവും. മാസം തോറും നമുക്ക് ടാലൻറ്റ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഈ ടാലൻറ്റ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കുട്ടികളിൽ പലർക്കും പല ടാലൻസാണ്. ചിലർക്ക് പാടാൻ കഴിവുള്ളത്, ചിലർക്ക് മൈം ചെയ്യാനുള്ളത്, ചിലർക്ക് ആക്ട് ചെയ്യാനുള്ളത്, ചിലർക്ക് വരയ്ക്കാനുള്ളത്. പക്ഷേ ഇവർക്കൊന്നും ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല ഒരു എക്സൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ പഠനം മാത്രമല്ല, കുട്ടികളെ ഓവറോൾ മോൾഡ് ചെയ്യുക, അതാണ് ലക്ഷ്യം. മാർക്ക്ലാൻഡ്സ് ഇൻഫോടെക്കിലെ ന്യൂ ഏജ് പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക്ലാൻഡ്സ് ഇൻഫോടെക്കിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പൈത്തണിൻ്റെ കോഴ്സുണ്ട്, അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇനി ഇതിൻ്റെ പുറകെ അടുത്ത മാസം തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകളും നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാ സ്റ്റുഡൻസിനും പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമ്മളോട് ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റിന് വേണ്ടി നമുക്കൊരു പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്കിവിടെ ഉണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ചെന്നൈ ബേസ് ചെയ്ത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്നൊരു ടീമുണ്ട്, മുംബൈ ബേസ് ചെയ്ത് നമുക്കൊരു ടീമുണ്ട്, ഡൽഹി ബേസ് ചെയ്ത് നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ അങ്ങനെ 3 ടീമുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് പാൻ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡയറക്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവാണ്. കാരണം കമ്പനികളെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ ഒരു വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഔട്ട്സൈഡ് ഇന്ത്യൻ കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ അതിപ്പം എസ്പെഷ്യലി ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലായാലും ലോജിസ്റ്റിക്സ് ഫീൽഡിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്ത്യ ഇപ്പോൾ ശരിക്കും ഒരു ഇന്ത്യൻ എക്കോണമി ശരിക്കും ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫീൽഡുകളിലെല്ലാം ഒട്ടനവധി ജോലികൾ വരുന്നുണ്ട്. IT സെക്ടർ പിന്നെ പണ്ടേ ബൂമിംഗ് ആണ്, ഇപ്പോഴും ബൂമിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോറിൻ കമ്പനികളിലേക്ക് ജോലി കിട്ടാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഫോറിൻ കമ്പനികളിലേക്കും MNCകളിലേക്കും.